ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിൽ ആദ്യത്തെ എപ്പിസോഡായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ ഒരു വലിയ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചൊരിയാനായിട്ട് പോവുകയാണ്. നമ്മൾ സാധാരണ കണ്ണടയൊക്കെ വെച്ച് വായിക്കത്തില്ലേ? എന്തിനാണ്? ചിലപ്പം നമ്മുടെ കണ്ണിൻ്റെ ഒരു പ്രശ്നം അല്ലേ, കണ്ണ് കാഴ്ച കുറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അക്ഷരങ്ങൾ ചെറുതായി കാണുന്നത് കൊണ്ടോ ഒക്കെയുള്ള പ്രശ്നത്തിൻ്റെ പരിഹാരമായിട്ടാണ് നമ്മൾ സാധാരണ കണ്ണട വെക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് എന്തൊക്കെയോ ഒരു എന്താ പറയുക, ഒരു കണ്ണട പോലെ എന്തൊക്കെയോ നൽകാനായിട്ട് പോവുകയാണ്. വളരെ ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വലുതാക്കി തീർക്കുന്ന തരത്തിലേക്ക് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ പ്രവൃത്തികൾ വെളിപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കുട്ടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ജോ ആൻഡ് സംഗീതയാണ്. താങ്ക് യു ജോ ആൻഡ് സംഗീത. സുഹൃത്തുക്കളായ ഡോക്ടർ സുജു, സ്റ്റെഫാനി എന്നിവരുടെ മകൻ ജൂഡിന് ലുക്കീമിയാണ്. അത് പൂർണ്ണമായിട്ട് സൗഖ്യമാകാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കുഞ്ഞിൻ്റെ ലുക്കീമിയ സൗഖ്യമാകട്ടെ. കർത്താവെ, ഡോക്ടർ സുജുവിനും സ്റ്റെഫാനിക്കും ദൈവികമായ കൃപയും ദൈവിക സമാധാനവും ഉണ്ടാകട്ടെ. ഭവനത്തിൽ എല്ലാവർക്കും ദൈവിക ആരോഗ്യവും ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതൊരു എലൈറ്റ് സ്പോൺസറായിരുന്നു. ഇനി അടുത്ത നമ്മുടെ സ്പോൺസർ ഒരു കീ സ്പോൺസറാണ്. മുംബൈയിൽ നിന്ന് സാറാമ ഇടിക്കുളയാണ് അടുത്ത നമ്മുടെ സ്പോൺസർ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഭർത്താവിൻ്റെ കാലിന് ബലമുണ്ടാകാൻ, സൗഖ്യമാകാൻ, സിസ്റ്റർ സാറാമ്മയുടെ യൂട്രസിലെ പ്രോബ്ലം സൗഖ്യമാകാൻ, അതുപോലെ തന്നെ സിസ്റ്റർ സാറാമ്മയ്ക്കും ഭർത്താവിനും ദൈവിക ആരോഗ്യവും ദൈവിക സംരക്ഷണം ഉണ്ടാകുവാൻ, കാനഡയിൽ പോകുവാനുള്ള കാര്യങ്ങൾ എത്രയും വേഗം ശരിയാകുവാൻ കൂടെ സ്വർഗത്തിലെ കർത്താവെ, അങ്ങയുടെ വഴികളും വാതിലുകളും തുറക്കണമേ. കർത്താവെ, അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനം ഉളവാക്കും എന്ന കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുക. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. കഴിഞ്ഞ ഒരാഴ്ച പിന്നിട്ടു. പുതിയ വർഷത്തിൽ കർത്താവിൽ നിന്നുള്ള സഹായം നമുക്ക് ഉണ്ടായിരിക്കും. എത്ര പേർ ആമേൻ പറയും? ലൈവ് ചാറ്റിൽ ആമേൻ ഇടാമോ? കൂപ്പയുടെ ഒരു ഇമോജി ഇടാമോ? നമ്മളോടൊപ്പം എല്ലാ ദിവസവും കർത്താവുണ്ട്. വെറുതെ ഉണ്ട്, വെറുതെ ഒരു സാന്നിധ്യം, ഒരാവി. ഹിൽ ബി ആക്റ്റീവ് ഇൻ അവർ ലൈഫ്സ്. നമ്മൾ കർത്താവിന് വേണ്ടി ആക്റ്റീവ് ആകുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടിയും ആക്റ്റീവ് ആകും. സോ കർത്താവ് എന്നെ പറയുന്നു, ഹീ ഈസ് ദി റോക്ക് ഓഫ് ഏജസ്. യുഗങ്ങളുടെ പാറയാണ്. ഇപ്പം നമ്മൾ പറയും ചില ബിസിനസ്, വളരെ എക്സ്പീരിയൻസ്ഡ് ബിസിനസ് മാൻ, എക്സ്പീരിയൻസ്ഡ് ടീച്ചർ, എക്സ്പീരിയൻസ്ഡ് ഡോക്ടർ, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പണിക്കാരൻ, യുഗങ്ങൾ ആയുസ്സുള്ള യുഗങ്ങളായി നിത്യനായിരിക്കുന്ന ദൈവത്തിൻ്റെ പരിചയസമ്പത്ത് എത്ര വലുതാണ്. ആദം മുതൽ ഇന്ന് വരെയുള്ള സകല മനുഷ്യരെയും നടത്തി വളരെ നന്നായി പരിചയമുള്ള, അഖിലാണ്ടത്തിൻ്റെ ഭരണചക്രം പിടിക്കുന്ന കർത്താവ് നമുക്ക് സഹായകനായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ പാർട്ടിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടത് വളരെ ആഴമേറിയ പ്രാർത്ഥന, ദൈവത്തോടുള്ള ആരാധന, ദൈവത്തിനുള്ള ആരാധന. ആ ദൈവത്തിനുള്ള ആരാധനയ്ക്ക് എല്ലാ ഇളകാത്ത അടിസ്ഥാനങ്ങളെയും ഷെയ്ക്ക് ചെയ്ത് വിടുവിക്കേണ്ടവരെ വിടുവിക്കാനുള്ള ശക്തി ഉണ്ട് എന്നൊക്കെ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അങ്ങനെ ഒരു ദൈവമാണ് നമ്മളോടൊപ്പം ഉള്ളത്. സോ ആ ദൈവം നമുക്ക് അവൻ്റെ കൈകൾ നമ്മുടെ കീഴിൽ വെച്ച് നമ്മളെ താങ്ങി നടത്തുന്ന ഒരു ദൈവമാണ്. ഇന്ന് ചില വചനങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 and verse number 6. 1 പത്രോസ് 2:6. അതിൽ പറയുന്നത്, for in scripture it says, see, I lay a stone in Zion, a chosen and precious cornerstone, and the one who trusts in him will never be put to shame. അപ്പോൾ അവിടെ ഇതാ ഞാൻ സിയോനിൽ ഒരു വിലയേറിയ ഒരു മൂലക്കല്ല് ഇടുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മൂലക്കല്ല് ഞാൻ കൊണ്ടുവന്നിടുകയാണ്. ആൻഡ് ദ വൺ ഹു ട്രസ്റ്റ് ഇൻ ഹിം വിൽ നെവർ ബി പുട്ട് ടു ഷെയിം. അവനിൽ വിശ്വസിക്കുന്നവനാരും ഇളകിപ്പോവുകയില്ല, അല്ലെങ്കിൽ
എങ്ങനെ പറയേണ്ടത്, ലജ്ജിച്ചു പോവുകയില്ല, നാണം കെട്ടു പോവുകയില്ല. ഇതൊരു ഭയങ്കര സംഭവമാണ്. ഈ കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായി പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഭയങ്കരമായി സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഫൗണ്ടേഷൻസ്. ഞാൻ പല സൺഡേകളിൽ ശുശ്രൂഷിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് നിങ്ങൾ ഒത്തിരി പ്രാവശ്യം കേട്ട് കാണും. ഫൗണ്ടേഷൻസ് ഓഫ് ഫെയ്ത്ത്, ഈ പുസ്തകം. അപ്പോൾ നമുക്ക് അടിസ്ഥാനമില്ലെങ്കിൽ നീതിമാൻ എന്ത് ചെയ്യും? ഒരാൾ പറഞ്ഞു എന്തും ചെയ്യും. അപ്പോൾ അടിസ്ഥാനം വളരെ ആവശ്യമാണ്. വി നീഡ് എ ഫൗണ്ടേഷൻ ടു സ്റ്റാൻഡ് അപ്പോൺ. വി നീഡ് എ ഫൗണ്ടേഷൻ ടു ബിൽഡ് ദ സ്ട്രക്ചർ അപ്പോൺ. സോ നമുക്ക് അങ്ങനെ ഒരു വലിയ ഒരു ഫൗണ്ടേഷൻ ആവശ്യമാണ്. ഇവിടെ പറയുന്നത്, ദൈവം പറയുക, ഗോഡ് ദ ഫാദർ, പിതാവാൻ ദൈവം പറയുകയാണ്, ഞാൻ തിരഞ്ഞെടുത്ത വിലയേറിയ ഒരു മൂലക്കല്ല്, ഒരു കോർണർ സ്റ്റോൺ ഞാൻ സിയോനിൽ ഇടുകയാണ്. സിയോൻ എന്ന് പറയുമ്പോൾ പലതിനെ കാണിക്കാറുണ്ട്. സിയോൻ എന്ന് പറയുമ്പോൾ പൊതുവെ ദൈവജനം, ഇസ്രായേൽ, പുതിയ നിയമത്തിലാണെങ്കിൽ സഭ, ഇതിനൊക്കെ സിയോൻ എന്നൊരു ഇംപ്ലിക്കേഷനുണ്ട്. സോ ഞാൻ സിയോനിൽ ഇതാ തിരഞ്ഞെടുക്കപ്പെട്ട വിലയേറിയ, എല്ലാവരും ഒന്ന് പറഞ്ഞു വിലയേറിയ, ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് പ്രഷ്യസ് കോർണർ സ്റ്റോൺ, വിലയേറിയ മൂലക്കല്ല്. വാ, ഞാനിത് പറയുമ്പോൾ ഐ ഫീൽ ഗൂസ് ബംസ്. നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പണികളുടെയും ആധാരക്കല്ലായി, മൂലക്കല്ലായി, കോർണർ സ്റ്റോണായി, വളരെ പ്രഷ്യസ് കോർണർ സ്റ്റോൺ. വാ, വളരെ ചീപ്പായിട്ടുള്ളതൊന്നുമല്ല, പ്രഷ്യസ് കോർണർ സ്റ്റോൺ ഞാൻ ഇടുകയാണ്. റിസൾട്ട്, അവനിൽ ആശ്രയിക്കുന്ന, വിശ്വസിക്കുന്ന ആരും ലജ്ജിച്ചു പോകുകയില്ല. ഒരു ദൈവദാസൻ പറഞ്ഞത് ഇങ്ങനെ ഓർക്കുന്നു, 2024 അതിലുള്ള സംഖ്യകളെല്ലാം കൂടി കൂട്ടുക, 2, 2, 4 എല്ലാം കൂടി കൂട്ടിയാൽ 8 കിട്ടും. ബിബ്ലിക്കൽ ന്യൂമറോളജി അനുസരിച്ച് 8 ഈസ് ദ നമ്പർ ഓഫ് ക്രൈസ്റ്റ്. 7 എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നമ്പറാണ്, അല്ലെങ്കിൽ പെർഫെക്ഷൻ്റെ നമ്പറാണ്. 7-ാം നാൾ, ദൈവത്തിൻ്റെ ദിവസം, അങ്ങനെ ദൈവത്തിൻ്റെ നമ്പറായിട്ട് കണക്കാക്കുമ്പോൾ 8 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ നമ്പറാണ്. അതുകൊണ്ട് ഈ വർഷം ക്രിസ്തു വർഷമാണ്. ദിസ് ഈസ് ദ ഇയർ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തു വർഷമാണ്. ആൻഡ് ഹി ഈസ് ദ പ്രഷ്യസ് കോർണർ സ്റ്റോൺ, നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരക്കല്ല്. എന്ന് വെച്ചാൽ പണി ആരംഭിക്കുന്ന അവിടെയാണ്. നമ്മുടെ ലൈഫിൻ്റെ പ്രോഗ്രസ്, നമ്മുടെ ലൈഫിൻ്റെ കൺസ്ട്രക്ഷൻ, നമ്മുടെ ലൈഫിൻ്റെ മുന്നോട്ടുള്ള സകലവും ആരംഭിക്കുന്നത് ആരംഭിക്കുന്നത് എവിടെയാണ്? ക്രിസ്തുവിലാണ്. ഹി ഈസ് ദ കോർണർ സ്റ്റോൺ. ഞാനൊരു ദൈവദാസനായതുകൊണ്ട് കഴിഞ്ഞ അനേക വർഷങ്ങളിലായിട്ട് ഒത്തിരി പേരുടെ തറക്കല്ലിടുന്ന പരിപാടിക്ക് ഞാൻ പോയിട്ടുണ്ട്. പ്രാർത്ഥിച്ച് തറക്കല്ലിടുന്ന പരിപാടി, അല്ലെങ്കിൽ മൂലക്കല്ലിടുന്ന പരിപാടി, ഒത്തിരി. ഞാനതിൽ കണ്ടിട്ടൊരു കാര്യം, ഈ കല്ലിടാൻ വേണ്ടി സാധാരണ പ്രധാനപ്പെട്ട ആളുകൾ, ഈ കല്ലിടുന്ന വീട് പണിയുന്നവരുടെ ഫാദർ മദറൊക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിക്കും, ബന്ധുമിത്രാദികൾ വിളിക്കും, ഏറ്റവും വേണ്ടപ്പെട്ടവരെ വിളിക്കും. കാരണം മൂലക്കല്ലിടുന്ന ഒരു കർമ്മം നടക്കുകയാണ്. പിന്നെ മേസ്തിരി, എഞ്ചിനീയർ, ആർക്കിടെക്റ്റ്, അവരൊക്കെ എല്ലാവരും ഉണ്ടായിരിക്കും. അതിൻ്റെ അവരുടെ സാന്നിധ്യത്തിലാണ് ഇതിടുന്നത്. പക്ഷേ ഈ കല്ലിന് ശേഷം ആയിരക്കണക്കിന് കല്ലുകളാണ് അതിന് ശേഷം അതിൻ്റെ മേൽ വെച്ച് പണിയുന്നത്. അതിനാരെയും വിളിക്കാറില്ല. ഈ ഒറ്റ കല്ലിടാൻ വേണ്ടി മാത്രം എല്ലാവരും വിളിക്കുന്നതിന് ശേഷം കാപ്പി കൊടുക്കുന്നു, ചായ കൊടുക്കുന്നു, സ്നാക്സ് കൊടുക്കുന്നു, ട്രീറ്റ് ചെയ്യുന്നു. പീപ്പിൾ സെലിബ്രേറ്റ്. എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് കല്ലതിന് ശേഷമുണ്ട്. ഈ കല്ലാണെങ്കിൽ ഇനി കാണാനും പോകുന്നില്ല, അതിന് ശേഷം മൂടുകയാണ്. കല്ല് കാണുന്ന പോലുമില്ല ഒരിക്കലും. പിന്നെ ആ കല്ല് ആരും കാണുന്നില്ല, ആരും അത് തിരയുന്നില്ല. എന്നാൽ അതിനു വേണ്ടി എന്താ ചെയ്യുന്നത്? എല്ലാവരും വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കല്ല് നമ്മുടെ ജീവിതത്തിൻ്റെ, സഭയുടെ അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ എല്ലാം ആധാരക്കല്ലായി ഉള്ളത് ക്രിസ്തുവിനെയാണ് പിതാവായ ദൈവം ഇട്ടിരിക്കുന്നത്. കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും he is the first stone laid for laying the foundation. ഒന്നാം കല്ല് അവനാണ്.
എല്ലാം അദൃശ്യനാണവൻ. പക്ഷേ എൻ്റെ ഒരു തോന്നൽ ഞാൻ പറയുവാണ്, അന്ന് ഈ കല്ലിടുന്ന സമയത്ത് നമ്മളാരുമില്ല. പക്ഷേ അന്ന് ദൈവപുത്രന്മാർ എന്ന് വെച്ചാൽ അന്നത്തെ എല്ലാ ഏഞ്ചൽസും ദൈവദൂതന്മാരും സ്വർഗത്തിലുള്ള സകല ജീവികളും എല്ലാം സന്തോഷിച്ച ഒരു ദിവസമായിരിക്കണം. ക്രിസ്തുവിനെ പിതാവ് സകലത്തിൻ്റെയും ആധാരമാക്കി സകല സൃഷ്ടി ചരാചരങ്ങളുടെയും ഒരു മൂലക്കല്ലാക്കി അവനിട്ടിരിക്കുകയാണ്. ദിസ് ഇസ് മൈ റിക്വസ്റ്റ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മൂലക്കല്ല് ഈ ക്രിസ്തുവാണോ? ഇത് ക്രിസ്തു വർഷമാണ്. ജീവിതത്തിൻ്റെ സകല പണിയും അതിൻ്റെ മുകളിൽ എത്ര കല്ല് വെച്ചോ, എന്ത് വേണേലും ചെയ്തു, പക്ഷേ ഈ കല്ല് ക്രിസ്തുവാണ്. ഈ ക്രിസ്തു നമ്മുടെ മൂലക്കല്ലായിരിക്കുമ്പോൾ യുഗങ്ങളുടെ പാറയായതുകൊണ്ട് ഒരിക്കലും അത് മാറുന്നില്ല. അതുകൊണ്ട് ഈ വർഷം ഉറച്ചൊരു തീരുമാനം, ക്രിസ്തുവിനെ ആധാരമാക്കി ഞാൻ ജീവിക്കും. ഞാൻ നേരിട്ട് കാണുന്നില്ലെങ്കിലും ക്രൈസ്റ്റ് ഈസ് മൈ ഫൗണ്ടേഷൻ, ക്രൈസ്റ്റ് ഈസ് മൈ കോർണർ സ്റ്റോൺ. എൻ്റെ ജീവിതം മുഴുവൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ക്രിസ്തുവിലാണ്. 1 Corinthians 3:10 വരുമ്പോൾ, ബൈ ദ ഗ്രേസ് God has given me, I laid a foundation as a wise builder, and someone else is building on it, but each one should build with care. അവിടെ പറയുന്നത്, കർത്താവ് എനിക്ക് തന്ന കൃപ നിമിത്തം ഞാൻ ജ്ഞാനമുള്ള ഒരു മുഖ്യ ശില്പിയായി ഞാനൊരു അടിസ്ഥാനം ഇട്ടിരിക്കുകയാണ്. പൗലോസാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, മറ്റൊരാൾ അതിൻ്റെ മുകളിൽ പണിയുന്നു. എന്ന് വെച്ചാൽ ക്രിസ്തു എന്ന മൂലക്കല്ല് അല്ലെങ്കിൽ ക്രിസ്തു എന്ന അടിസ്ഥാനം ഞാൻ ആദ്യമേ കൊണ്ടുപോയി ഇട്ടു. എന്തിനെക്കുറിച്ച് ഇത് പറയുന്നത്? അദ്ദേഹം ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു, ക്രിസ്തുവിൻ്റെ വചനം ജനങ്ങൾ കേട്ടു, ആദ്യമായി ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു. അതിൻ്റെ അർത്ഥം മൂലക്കല്ലിട്ടു. വാവ്! എന്ന് വെച്ചാൽ നാം രക്ഷിക്കപ്പെട്ട ആ ദിവസം മൂലക്കല്ലിട്ടു. ഹൃദയത്തിൽ ഏറ്റെടുത്ത ക്രിസ്തുവിനെ സ്വീകരിച്ച, രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ആ ദിവസം മൂലക്കല്ലിട്ടു. അതാര് ഒരു സുവിശേഷകനായിരിക്കാം, ഒരു ദൈവദാസനായിരിക്കാം, അല്ലെങ്കിൽ ബ്ലെസ്സിംഗ് ടുഡേയിൽ നിങ്ങൾ കേട്ടു. ഏത് രീതിയിൽ ക്രിസ്തുവിൻ്റെ വചനം കേട്ട് എന്ന് ഹൃദയത്തിൽ അവനെ സ്വീകരിച്ചു, അതായിരുന്നു തറക്കല്ലിട്ട ദിവസം. ആത്മീയമായ ഈ പണിയുടെ തറക്കല്ലിട്ട ദിവസം അന്നായിരുന്നു. വാവ്! ഇനി അദ്ദേഹത്തെക്കുറിച്ച് തന്നെ പറയാം, ആസ് എ വൈസ് ബിൽഡർ. വളരെ ജ്ഞാനമുള്ള ഒരു മുഖ്യ ശില്പിയായി ഞാൻ ഈ അടിസ്ഥാന കല്ലിട്ടിരിക്കുകയാണ്. ഈ നല്ല ജ്ഞാനമുള്ളവർക്ക് മാത്രമേ ഒരു ബിൽഡിംഗ് പണിയാൻ പറ്റൂ. അതിൻ്റെ ആർക്കിടെക്ചറൽ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ, ഏത് മെറ്റീരിയൽ ഉപയോഗിക്കണം, എങ്ങനെ അത് പണിയണം, എത്ര ഫേസായിട്ട് അത് പണിയണം, ഇതെല്ലാം അറിയാവുന്ന നല്ല പരിചയമുള്ള ഒരാൾക്ക് മാത്രമേ, വിസ്ഡമുള്ള ഒരാൾക്ക് മാത്രമേ ഇത് പണിയാൻ സാധിക്കൂ. അതുകൊണ്ടാണ് സദൃശ്യവാക്യത്തിൽ പറയുന്നത്, ജ്ഞാനമായവൾ വീട് പണിതു. സോ ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ വീട് പണിയാൻ കഴിയൂ. സാധാരണ മണ്ണ് കൂന കൂട്ടാൻ കഴിയുന്ന ഒരാളോ അല്ലെങ്കിൽ കുഴി ഒഴിക്കാൻ കഴിയുന്ന ആൾക്കോ വീട് പണിയാൻ കഴിയുമോ? അതിൻ്റെ ഓരോ ഭാഗങ്ങളും, അതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളും പ്രിസിഷനോടുകൂടി അറിയാമെങ്കിൽ മാത്രമേ ഒരു വീട് പണിയാൻ കഴിയൂ. സോ അതിനെക്കുറിച്ച് അവിടെ പറയുന്നത്, കർത്താവ് എനിക്ക് തന്ന ആ കൃപയ്ക്കൊത്തവണ്ണം ഞാൻ ഇത് അടിസ്ഥാനം ഇട്ടിരിക്കുകയാണ്. വേറെ പലരും അതിൻ്റെ മുകളിൽ പണിയുന്നുണ്ട്. അടുത്തത്, ഈച്ച് വൺ ഷുഡ് ബിൽഡ് വിത്ത് കെയർ. ഓരോരുത്തരും ശ്രദ്ധയോടെ വേണം പണിയാൻ, വളരെ ശ്രദ്ധിച്ച് വേണം ഈ പണി പണിയാൻ. 11, for no one can lay any foundation other than the one already laid. ഇട്ടിരിക്കുന്ന ഈ അടിസ്ഥാനമല്ലാതെ വേറൊന്നിടാൻ ആർക്കും സാധ്യമല്ല. No one can do that, which is Jesus Christ. ഈ അടിസ്ഥാനം ഏതാണെന്ന് അവിടെ പറയുന്നു, യേശു ക്രിസ്തു ആണ് അടിസ്ഥാനം. എല്ലാവരും ഒന്ന് പറഞ്ഞ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ ഫൗണ്ടേഷൻ. നേരത്തെ പറഞ്ഞു കോർണർ സ്റ്റോൺ യേശുവാണ്. ഇവിടെ പറയുന്നു ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ ഫൗണ്ടേഷൻ. ക്രിസ്തുവാണ് എൻ്റെ അടിസ്ഥാനം. എല്ലാവരും പറ, ക്രിസ്തുവാണ് എൻ്റെ അടിസ്ഥാനം. ഒരു മലയാളത്തിലൊരു പാട്ടുണ്ട്, യേശുവിൻ അടിസ്ഥാനം
എന്ന് പറഞ്ഞുകൊണ്ടൊരു പാട്ട് നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ ക്രിസ്തുവാണ് അടിസ്ഥാനമെങ്കിൽ വളരെ കെയർഫുള്ളായി അതിൻ്റെ മുകളിൽ കല്ലുകൾ വെച്ച് നമ്മൾ പണിയണം. അടുത്ത വചനങ്ങളൊന്ന് വായിച്ച് നമുക്കൊന്ന് നോക്കാം. അതിനിടയിലൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ ഒരു തീരുമാനമെടുക്കുക. ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ കോർണർസ്റ്റോൺ ആസ് വെൽ ആസ് ഫൗണ്ടേഷൻ. ഹീ ഈസ് മൈ ഫൗണ്ടേഷൻ. അങ്ങനെ ഒരു തീരുമാനമെടുക്കുക. എന്ന് വെച്ചാൽ ഞാൻ നിൽക്കുന്നതും പണിയുന്നതും പല നിലകളായി പണിയുന്നതും എൻ്റെ ജീവിതത്തിലെ സ്വപ്നങ്ങളും എന്തെല്ലാം അതിൻ്റെ മുകളിൽ പണിതാലും ക്രിസ്തു ആധാരമാക്കി മാത്രമേ ഞാൻ ജീവിക്കൂ. ഓ മൈ ഗോഡ്, പൗലോസ് പുസ്തകം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. വാവ്. സോ പൗലോസ് പുസ്തകത്തിലെ ജീവിതം മുഴുവൻ കിടന്ന് കറങ്ങുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടാണ്. എവ്രിതിങ് ഉണ്ട്. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും കർത്താവിന് വേണ്ടി, അവൻ്റെ മഹത്വത്തിനായി. ഓക്കെ, verse number 12. If anyone builds on this foundation using gold, silver, costly stones, wood, hay or straw, their work will be shown for what it is. ഇതിന് മുകളിൽ അദ്ദേഹം പറയുകയാണ്, സ്വർണം, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ തുടങ്ങി വിവിധ ബിൽഡിംഗ് മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് പണിയാം. ഞാൻ ദ ഫൗണ്ടേഷൻ ഇട്ടു, ഇനി നിങ്ങളാണ് പണിയേണ്ടത്. ക്രിസ്തു ആരാണെന്നും അവൻ രക്ഷകനാണെന്നും കർത്താവാണെന്നും സൗഖ്യദായകനാണെന്നും എല്ലാ കാര്യങ്ങളും അദ്ദേഹം പ്രസംഗിച്ചു, നിങ്ങൾ സ്വീകരിച്ചു. ഇനിയുള്ള നിങ്ങളുടെ ലൈഫിൽ ഈ ക്രിസ്തുവിൽ വേണം പണിയാൻ. അതിനു വേണ്ടി പലവിധ ബിൽഡിംഗ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ പറയുന്നത് 13ാമത്തെ വചനത്തിൽ, their work will be shown for what it is because the day will bring it to light. എങ്ങനെ പണിയുന്നു എന്നുള്ളത് ആ ദിവസം തെളിയിക്കും, അത് വെളിപ്പെട്ട് വരും. It will be revealed with fire. തീ കൊണ്ട് ആയിരിക്കും അത് വെളിപ്പെടുത്താൻ പോകുന്നത്. And the fire will test the quality of each person's work. ഓരോരുത്തരെയും പണിയുടെ ഗുണനിലവാരം തീയായിരിക്കും പരിശോധിക്കുന്നത്. അതൊക്കെ ഞാൻ വ്യാഖ്യാനിക്കാം പിന്നീട്. If what has been built survives, the builder will receive a reward. പണിത പണി നിലനിൽക്കുന്നുവെങ്കിൽ, തീയിലൂടെ പോകുമ്പോൾ തീ പിടിച്ചാലും പണിത പണി നിലനിൽക്കുന്നുവെങ്കിൽ the builder will receive a reward. ഈ പണിത ആൾക്ക് എന്ത് കിട്ടും? ഒരു പ്രതിഫലം കിട്ടും. അപ്പോൾ നല്ല കെട്ടിടം പണിയുന്നവർക്കൊരു റിവാർഡ് ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ റിവാർഡ് ഉണ്ടെങ്കിൽ നല്ല പണി പണിതവർക്ക് അത് കിട്ടും. If it is burned up, the builder will suffer loss, but yet will be saved. എന്നാൽ ആ പണി വെന്തുപോയാൽ, കത്തിച്ചാമ്പലായി ഒരുപിടി ചാരമായി തീർന്നാൽ, ആ പണിതയാൾക്ക് ഭയങ്കര കനത്ത നഷ്ടമാണ്. എല്ലാം നഷ്ടമായില്ലേ? എത്രയോ കാശ് നഷ്ടമായി, അധ്വാനം നഷ്ടമായി, എത്ര വെച്ച് പണി നഷ്ടമായി. എന്നാൽ ആ ആള് രക്ഷപ്പെടും, പണിത ആള് രക്ഷപ്പെടും. Even though only as one escaping through the flames. എന്നാൽ തീയിലൂടെ രക്ഷപ്പെട്ട ഒരാൾ കഷ്ടിച്ച് ജീവൻ രക്ഷപ്പെട്ടു, ഉള്ള മുതൽ മൊത്തം പോയി. ഒന്ന് ചിന്തിച്ചു നോക്കി, ഒരാളുടെ വീടിന് തീ പിടിച്ചു, എല്ലാം കത്തിപ്പോയി, ആള് രക്ഷപ്പെട്ടു, ഇനി ഒന്നുമില്ല. അങ്ങനൊരു വലിയ നഷ്ടം സംഭവിച്ചതിന് തുല്യമാണ്. ഇത് ചുമ്മാ പൗലോസ് അപ്പോസ്തലൻ എഴുതി വെച്ചാണ് ചിന്തിക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് എൻ്റെ ഹാർട്ടിൽ നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ദിവസങ്ങൾ ഒന്നുപോലും മുടങ്ങിപ്പോകരുത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഈ സമയത്ത് ഇത് വാച്ച് ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ലൈവിൽ വാച്ച് ചെയ്യുന്നവർ, അതിനുശേഷം റീപ്ലേ വാച്ച് ചെയ്യുന്നവർ, പല ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വാച്ച് ചെയ്യുന്നവരെല്ലാം ഇപ്പോൾ കർത്താവേ അങ്ങ് തൊടുന്നതിനായി നന്ദി.
കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉറങ്ങാൻ കഴിയാതെ മാനസിക നില തന്നെ തെറ്റും എന്ന് തോന്നുന്ന രീതിയിൽ മനസ്സ് വല്ലാതെ ആയിരിക്കുന്നു. ആരൊക്കെയാ കർത്താവ് ഇപ്പോൾ തൊടുകയാണ്? യേശുവിൻ്റെ നാമത്തിൽ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ ദൈവിക സമാധാനം ഉണ്ടാകട്ടെ. ആ ശരീരത്തിലുള്ള ചൂട് മാറിപ്പോട്ടെ. എന്തൊരു ഹീറ്റ് പോലെ ഒക്കെ ഇരിക്കുന്ന അവസ്ഥ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ദൈവിക വിടുതൽ ഇപ്പോൾ ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ. താങ്ക് യു മാസ്റ്റർ. അതുപോലെ ഈ നെഞ്ചെരിച്ചിൽ എന്നൊക്കെ പറയില്ലേ, ഈ ഭാഗത്തൊരു ഭയങ്കരമായൊരു എരിച്ചിൽ പോലെ ഉള്ള സകലവും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. അതുപോലെ വയറിലും ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്തോ അകത്തിങ്ങനെ തീ കത്തുന്നത് പോലെ തോന്നുന്ന ചിലർ ഇപ്പോൾ വിടുതലുണ്ടാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. രോഗങ്ങളെ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ക്യാൻസർ മുതൽ വിവിധ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗാത്മാക്കൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഇടുപ്പിൽ ഈ ഹിപ്പ് ജോയിൻറ്റ് യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അങ്ങനെയുള്ള ഈ ഹിപ്പ് ജോയിൻറ്റിന് പ്രയാസമുള്ളവർ ഇപ്പോൾ തന്നെ നിങ്ങൾ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ റൂമിലോ എവിടെയാണോ അവിടെ ഒന്ന് നടന്നേ, അവിടെ കൈവച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ നടക്കുക. ഹീലാവട്ടെ. കർത്താവ്, നീ അങ്ങനെ ചെയ്തതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ. ആമേൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേയ്സ് എപ്പിസോഡ്. ഒത്തിരി പേർക്ക് ഇത് അയച്ചു കൊടുക്കണം. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.